ശ്രീ വി ജോയ് പ്രതികരിച്ചതിന് ഇപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയ സുരേഷ് കുമാർ എന്നയാളെയാണ്. ഇയാൾ ഈ കുട്ടികൾക്ക് നേരെ ട്രെയിനിൽ വെച്ച് പ്രകോപനം ഒന്നുമില്ലാതെ ഒരു ആക്രമണം നടത്തുകയായിരുന്നു. ഫോർട്ട് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് ഇയാളെ. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ RPF ആസ്ഥാനത്തേക്ക് ഇയാളെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെ വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരു മധ്യവയസ്കനായ ആൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എന്ത് പ്രകോപനത്തിലാണ് രണ്ട് ചെറിയ പെൺകുട്ടികൾക്ക് നേരെ ഇങ്ങനെ ഒരാൾ ആക്രമണത്തിന് മുതിർന്നതെന്നാണ്. അത് ഈ മദ്യലഹരിയാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അതാണ് അറിയേണ്ടത്. ഇപ്പോ എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അരുണിലേക്ക് എത്താം. തിരുവനന്തപുരത്തെ ഫോർട്ട് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ രണ്ട് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയ സുരേഷ് കുമാർ എന്നയാളാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന. തലയിൽ തോർത്തു പുതച്ചിരിക്കുന്ന അയാളാണ് ആ പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. മദ്യലഹരിയിലാണ് ഇയാൾ ഉണ്ടായിരുന്നത് എന്നതാണ് ലോക്കൽ പോലീസിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. ഇയാൾ ഇപ്പോൾ RPFന്റെ കസ്റ്റഡിയിലാണുള്ളത്. റെയിൽവേ പോലീസ് ഇയാളെ അല്പസമയത്തിനകം തന്നെ RPFന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും. രണ്ട് പെൺകുട്ടികൾ, ഏതാണ്ട് 19ഓ 20ഓ മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികൾക്ക് നേരെയാണ് ഈ അതിക്രമം ഉണ്ടായത്. ഇയാൾ പ്രകോപനമൊന്നുമില്ലാതെ ഈ കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. അതിൽ ഒരു കുട്ടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. മറ്റേ കുട്ടി അകത്ത് തന്നെയാണ് തട്ടി വീണത്. ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു, തിരക്കുള്ള സമയമായിരുന്നു. മറ്റ് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടും മുൻപേ ഈ കുട്ടി ട്രെയിനിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. പിറകെ എത്തിയ മെമ്മുവിലുള്ള ആളുകളാണ് ഇങ്ങനെ ഒരു കുട്ടി വീണ് കിടക്കുന്നത് കാണുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും. അപ്പോൾ തന്നെ പോലീസിന് സൂചനകൾ ലഭിച്ചു. അത് ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കാം എന്നൊരു സൂചനകൾ ലഭിച്ചു. അതിനുശേഷമാണ് കൊച്ചുവേളിയിൽ വെച്ച് RPF ഉദ്യോഗസ്ഥർക്ക് ഇയാളെ സഹയാത്രികർ തന്നെ തടഞ്ഞു വെച്ച് കൈമാറുന്നത്. പരസ്പര വിരുദ്ധമായാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. മദ്യലഹരിയിലാണെന്നാണ് സംശയിക്കുന്നത്. ട്രാക്കിലേക്ക് തെറിച്ചു വീണ ആ പെൺകുട്ടിയുടെ 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ നില, പുറമേക്ക് പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആന്തരികമായി രക്തസ്രാവം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. റെയിൽവേ ജീവനക്കാരാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും ആക്രമിക്കപ്പെട്ടു. അതിൽ ഒരാൾ ട്രെയിനിന് പുറത്തേക്ക് തെറിച്ചു വീണു. അർച്ചന എന്ന സുഹൃത്താണ് ട്രെയിനിനകത്ത് വീണത്. ഈ അർച്ചനയിൽ നിന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. വിവരം, ഞെട്ടിക്കുന്ന വിവരം, ഈ ട്രെയിനിനകത്ത് വെച്ചും ഇയാൾ മദ്യപിക്കുന്നുണ്ടായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ട്രെയിനിനകത്ത് വെച്ചും മദ്യപിക്കുകയായിരുന്ന ഇയാൾ ഈ കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. നമ്മുടെ കേരളത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ മറ്റാളുകൾ കൂടി യാത്ര ചെയ്യുന്ന ഒരു ജനറൽ കമ്പാർട്ട്മെന്റിനകത്ത് ഒരാളിരുന്ന് മദ്യപിച്ചു. അയാൾ രണ്ട് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തി. അതിനുശേഷം സഹയാത്രികർ തടഞ്ഞു വെച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം തടഞ്ഞു വെക്കുകയല്ലല്ലോ. ഒരു ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യം അത് ഒഴിവാക്കേണ്ടതായിരുന്നു. രണ്ട് ചെറിയ പെൺകുട്ടികൾ ആക്രമണത്തിനിരയായി. ഇയാൾ ട്രെയിനിനകത്ത് വെച്ചും മദ്യപിച്ചിരുന്നു എന്ന വിവരം കൂടി വരുമ്പോൾ നമ്മുടെ ട്രെയിനുകളിൽ എന്ത് സുരക്ഷയാണ് അധികൃതർ ഉറപ്പു തരുന്നത്? സൗമ്യയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം എല്ലാ ട്രെയിനുകളിലും പരിശോധനയായിരുന്നു, എപ്പോഴും സുരക്ഷ ഉറപ്പായിരുന്നു. പക്ഷേ അതൊക്കെ വെറും വാക്കാണ് എന്ന് തെളിയിക്കുന്നതാണ് കേരള എക്സ്പ്രസിൽ ഇപ്പോൾ ഇന്ന് നടന്ന സംഭവം. ഇയാളെ ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നാണ് ലഭിക്കേണ്ടത്. ഇയാൾ മദ്യലഹരിയിലാണ് എന്ന സംശയമുണ്ട്. പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ സംസാരിക്കുന്നു. കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകളിൽ ഒന്നാണ് കേരള എക്സ്പ്രസ് എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ പോകുന്ന ട്രെയിനാണ്.
എല്ലാവരും യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഏറ്റവും നല്ല രീതിയിൽ ഓടുന്ന ഒരു ട്രെയിൻ എന്ന് പേരുള്ള കേരള എക്സ്പ്രസ്. ആ കേരള എക്സ്പ്രസിലാണ് ഈ സംഭവം. തിരുവനന്തപുരം എത്തുന്നതിന് തൊട്ടു മുൻപ് വർക്കല കഴിഞ്ഞ് 1 കിലോമീറ്റർ പിന്നിടുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. വി അരുൺ ചേർന്നുണ്ട്. അരുൺ, ഇയാളെ പരിശോധനയ്ക്കായി എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ട്രെയിനകത്ത് വെച്ച് വരെ ഇയാൾ മദ്യപിച്ചു എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അത്തരം വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ട്രെയിനുള്ളിൽ വെച്ച് ഇയാൾ മദ്യപിച്ചു, മദ്യലഹരിയിലായിരുന്നു പ്രതി എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കും. ഇയാളെ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടേക്ക് പ്രതിയെ അധികം വൈകാതെ കൊണ്ടുവരും. ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടത്. മദ്യലഹരിയാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പെൺകുട്ടി ഇയാളും തമ്മിൽ യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്ര ഒരു ക്രൂരത ഇയാൾ ചെയ്തെന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും മദ്യലഹരി ആയതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിനൊക്കെ ഒരു പരിമിതി ഉണ്ടാകും. ഏതായാലും അല്പസമയത്തിനകം പ്രതി ഇവിടേക്ക് കൊണ്ടുവരും. വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയെ കുറിച്ച് കാണേണ്ടതുണ്ട്. കാരണം ട്രെയിനുകളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല, പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന പരാതി കഴിഞ്ഞ കുറെ നാളുകളായി ഉള്ളതാണ്. നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിന് ഒരു അറുതി വരുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായ സംഭവങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു, ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും ഇത് ആവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും ഗുരുതരമായ കാര്യം. ഏതായാലും ഈ പ്രതി അധികം വൈകാതെ ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റെയിൽവേ പോലീസിന്റെ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ഈ പ്രതിയെ കൊണ്ടുവരിക. മെഡിക്കൽ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീജ, ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 പെൺകുട്ടികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടാവുന്നത്. അതിൽ ഒരു പെൺകുട്ടി, ഈ 2 പെൺകുട്ടികൾക്ക് നേരെ ഇയാൾ ആക്രമണത്തിന് മുതിരുകയായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി ട്രെയിനിന് പുറത്തേക്ക് വീണു. മറ്റേ കുട്ടിയുടെ കരച്ചിൽ കേട്ട് യാത്രക്കാർ ഓടി വരുമ്പോഴാണ് പറയുന്നത് ഇയാൾ മറ്റേ കുട്ടിയെ തള്ളിയിട്ടു എന്ന് ഈ കുട്ടി പറയുകയായിരുന്നു. 2 പേർക്കും നേരെ ആക്രമണം ഉണ്ടായി. ഒരാൾ ട്രെയിനിന് അകത്തും മറ്റേ ആൾ ട്രെയിനിന് പുറത്ത് ട്രാക്കിലേക്കും തെറിച്ചു വീഴുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു ഇയാൾ. ട്രെയിനകത്ത് വെച്ച് ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന വിവരം കൂടി വരുമ്പോഴാണ് ആ സീനിന്റെ ആ അവസ്ഥയുടെ ഭീകരത കുറച്ചുകൂടി വ്യക്തമാവുന്നത്. ഒരു ഓടുന്ന ട്രെയിനകത്ത് വെച്ച് ഒരാൾക്ക് മദ്യപിക്കാൻ കഴിയുന്നത് എങ്ങനെ? ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും നമ്മുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ പണം മുടക്കി റിസർവ് ചെയ്ത് പോകുന്നവരല്ലാത്ത ഒരുപാട് യാത്രക്കാരുണ്ട് നമുക്കിടയിൽ. സാധാരണഗതിയിൽ കിട്ടുന്ന ട്രെയിനിൽ കയറി വീടെത്താൻ നോക്കുന്ന, രാത്രിയാകുമ്പോഴത്തേക്കും വീടെത്തിപ്പറ്റാൻ നോക്കുന്ന എത്രയോ മനുഷ്യന്മാർ യാത്ര ചെയ്യുന്ന ജനറൽ കമ്പാർട്ട്മെന്റിൽ എന്ത് സുരക്ഷയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നു. 2011